ഇയാൾക്ക് ആരെ കണ്ടാലും അപ്പൊ സമനില തെറ്റിയെന്ന് തോന്നുക. അതെന്തിന്റെ അസുഖമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. മറ്റുള്ളവരെ എല്ലാവരെയും കണ്ടു കഴിഞ്ഞാൽ അവരുടെ സമനില തെറ്റി എന്ന് പറയാം. എന്നിട്ട് സ്വന്തം MLA, സീനിയർ MLA അധിക്ഷേപിക്കുക, കോട്ടയം MP അധിക്ഷേപിക്കുക. ഞാൻ വീണ്ടും കഥകളൊക്കെ പുറത്തു വരുന്നുണ്ട്. പറവൂരിലൊക്കെ നടന്ന സംഭവങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. മൂടിവെച്ച സംഭവങ്ങളെല്ലാം പുറത്തു വരുന്നുണ്ട്. ആരെല്ലാമാണ് അപമാനിക്കപ്പെട്ടത് ഈ നവകേരള സദസ്സിലെന്നാണ്. ഇതെല്ലാം കഴിഞ്ഞു വരുമ്പോ ഉത്തമരായ കമ്മ്യൂണിസ്റ്റുകാർ ആരും ഇവരുടെ കൂടെ ഉണ്ടാവില്ല. കാരണം ഇത് കേരളത്തിന്റെ കമ്മ്യൂണിസത്തെ കേരളത്തിന്റെ മണ്ണിൽ കുഴിച്ചു മൂടാനുള്ള ഇയാളുടെ അവസാനത്തെ യാത്രയാണ്. ഒരു സംശയവും വേണ്ട. അതിന് ഞങ്ങൾ അതിന്റേതായ അർത്ഥത്തിൽ തന്നെ നേരിടും. അത് സംയമനം പാലിക്കുന്നതിന് പരിധിയുണ്ട്. ഇനി ഇതിന്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. ആ സ്വീകരിക്കേണ്ടി വരുമല്ലോ. ഉറപ്പല്ലേ സ്വീകരിക്കലേ ഞങ്ങളെ ആളുകൾ ചോദ്യം ചെയ്തു തുടങ്ങൂലേ. നമ്മുടെ രീതിയല്ല അത്, ഞങ്ങളുടെ സമീപനമല്ല. ഞങ്ങൾ ഒരിക്കലും തെരുവിലേക്ക് ഇത് വലിച്ചയക്കണം എന്ന് ആഗ്രഹിക്കുന്നവരല്ല. പക്ഷെ കേരളത്തിന്റെ തെരുവിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരായി ഒരു വിദ്യാർത്ഥിക്ക് കരിങ്കൊടി കാണിക്കാൻ പറ്റില്ല. കരിങ്കൊടി കാണിച്ചാൽ അവനെ മാരകായുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പോലീസ് ക്രിമിനലുകളും കൂടെ കൊണ്ടുനടക്കുന്ന CPM ക്രിമിനലുകളും തല്ലി ഒതുക്കും എന്ന് വന്നാൽ അപ്പൊ കാണണ്ടേ നമുക്ക്. ആ പ്രതിഷേധത്തിന്റെ രൂപം മാറ്റിയേ മതിയാവും.